وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون. أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ആശങ്കാകുലരാകുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ആരോഗ്യത്തെ സംബന്ധിച്ച്, ഈ ആരോഗ്യം നശിച്ചു പോയാൽ എന്താകും റബ്ബേ എന്ന് ഭയക്കുന്നവരും, രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഈ രോഗത്തിൽ നിന്ന് എനിക്കൊരു ശമനം, മരണമായിരിക്കുമോ ഇതിൻ്റെ അവസാനം എന്ന് ഭയപ്പെടുന്ന ആളുകളും, സമ്പത്തിനെക്കുറിച്ച് ഭയപ്പെടുന്നവർ, ഞാൻ നേടിയെടുത്തത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്നവരും, എന്തുകൊണ്ടാണ് എനിക്ക് സമ്പത്ത് ലഭിക്കാത്തത് എന്ന് ആശങ്കപ്പെടുന്നവരും, അതുപോലെ തന്നെ തൊഴിലിലും മക്കളുടെ കാര്യത്തിലും ഒക്കെ നമുക്ക് വളരെയേറെ ഭയവും ആശങ്കയും ഒക്കെയുണ്ട്. മക്കളുടെ ഭാവിയെ സംബന്ധിച്ച്, അവർക്ക് നല്ല വരനെ ലഭിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച്, ഇങ്ങനെ പല വിധത്തിൽ നാം ഭയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ കാര്യങ്ങൾ അത്രയും ഭൗതികമായ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്, അതിൽ ഏറിയ പങ്കും എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഭയപ്പെടുന്ന ഈ കാര്യങ്ങളൊന്നും തന്നെയല്ല അത്.
അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നുണ്ട്. അവയിൽ ചിലതിനെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറെ ഭയപ്പെടുന്ന കാര്യം അത് ഷിർക്കുൽ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലു. അപ്പോൾ ഇത് കേട്ടിരുന്ന സ്വഹാബിമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വമശ്ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഷിർക്ക് എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അതിലായിരുന്നു കുറേ കാലം. എന്നാൽ ഈ ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സ്വഹാബിമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി പറഞ്ഞത് ഖാല അരിയ, അത് ലോകമാന്യതയാണ്. ആളുകൾ കാണുന്നതിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ നല്ല ഒരു നമസ്കാരക്കാരനാണ് എന്ന് ആളുകൾ പറയണം, ഞാൻ നല്ല ഒരു മുത്തക്കിയാണ് എന്ന് ആളുകൾ പറയണം, എൻ്റെ സ്വഭാവം നല്ലതാണ് എന്ന്, ഞാൻ അങ്ങേയറ്റം ധർമ്മിഷ്ഠനാണ് എന്ന് ആളുകൾ പറയണം. അങ്ങനെ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത്, എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളെല്ലാം നാം ചെയ്യുന്നത് ആളുകൾ എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ അതിനെയാണ് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണുവാൻ സാധിക്കും. ഏറെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുകയും നമ്മളിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ഉണ്ട് എങ്കിൽ അത് പരിപൂർണമായും ഒരണുപോലും ബാക്കിയില്ലാതെ തുടച്ചു നീക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സ്വഭാവമായി, ഒരു ദുസ്വഭാവമായി നമ്മൾ ഇതിനെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ വലിയ ദുരന്തമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നും നമ്മൾ തിരിച്ചറിയണം. ഈ സ്വഭാവത്തിന് ഒരു പ്രത്യേകതയുള്ളത്, ഇത് തിരിച്ചറിയാൻ കഴിയുന്നത് അവരവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും മാത്രമാണ്. പടച്ചവനറിയാം നമ്മൾ എന്തു ഉദ്ദേശത്തിലാണ്, ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തു ലാഭത്തിനു വേണ്ടിയാണ്, എന്തു നേടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന കൃത്യമായ ബോധ്യം, അറിവ് റബ്ബ് സുബ്ഹാനഹു വ തആലക്കുണ്ട്. ചുറ്റും നിൽക്കുന്ന ആളുകൾക്കോ എന്തിന് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആളുകൾക്കോ പോലും ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയില്ല ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്ന്. അപ്പോൾ താൻ എന്തിനാണ് ഒരു കർമ്മം ചെയ്യുന്നത് എന്ന്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഷിർക്കുൽ അസ്ഗർ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ആ പ്രവർത്തനം ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം ഉദ്ദേശങ്ങൾ ഉള്ള ആളുകൾക്ക് മാത്രമാണ്. മറ്റൊരാളെ കൊണ്ടും അത് തിരുത്താൻ കഴിയില്ല. എന്നിരിക്കെ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ മനസ്സിനെ, ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്ന സമയത്ത് എന്ത് ഉദ്ദേശം എന്നതിനെ നമ്മൾ വിലയിരുത്തിയതിന് ശേഷം ഈ ഒരു സ്വഭാവം ഉണ്ട് എങ്കിൽ അത് നീക്കം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതല്ല എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആദ്യ 3 വിഭാഗം ആളുകളുണ്ട്. നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ 3 വിഭാഗം ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞിടത്ത് അതിൽ ഒന്നാമതായി പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അവ്വലന്നാസി യുഖ്ലാ യൗമൽ ഖിയാമത്തി അലൈഹി റജുലുൻ ഇസ്തഷ്ഹദ്, പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാളുടെ മേൽ വിധി നടപ്പിലാക്കുകയും എന്നിട്ട് നരകത്തിലേക്ക് അവനെ അയക്കുകയും ചെയ്യുന്നതിൽ ഒന്നാമത്തെ ആളാരാണെന്നറിയോ?
അവൻ ഷഹീദാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ച ആളാണ്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും എന്നിട്ട് ഷഹീദാവുകയും ചെയ്തതിന് ശേഷം നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാമനായി തീരുക എന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഷഹീദായ ഒരു മനുഷ്യനാണ് നരകത്തിലേക്ക് ആദ്യം പ്രവേശിപ്പിക്കപ്പെടുന്നത് എന്ന്. എന്നിട്ട് അവനോട് റബ്ബ് ചോദിക്കും, നീ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് അവനോട് ചോദിക്കുന്ന സമയത്ത് അവൻ പറയുമത്രേ, ഖാതൽതു ഫീക ഹത്തസ്തശ്ഹദ്തു, റബ്ബേ ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു, നിന്റെ മാർഗത്തിൽ സമരം ചെയ്തു, നിന്റെ മാർഗത്തിൽ ഞാൻ ജിഹാദ് ചെയ്തു, അതിന് എൻ്റെ ശരീരവും എൻ്റെ സമ്പത്തും എല്ലാം, എൻ്റെ അധ്വാനവും എല്ലാം ഞാൻ അതിനു വേണ്ടി ചിലവാക്കി റബ്ബേ. ഏതുവരെ? ഹത്തസ്തശ്ഹദ്തു, നിന്റെ മാർഗത്തിൽ ഞാൻ ഷഹീദാകുന്നതുവരെ ആ പ്രയത്നം ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് ആ മനുഷ്യൻ പറയുന്ന സമയത്ത് അള്ളാഹു ആ മനുഷ്യനോട് പറയും, കാല കദിബ്ത, നീ കളവാണ് പറഞ്ഞത്, നീ പറഞ്ഞത് കളവാണ്. കാരണം നീ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നറിയോ? വലാകിന്നക ഖാതൽതലി അൻ യുഖാല ഹുവ ജരി, ആളുകൾ നിന്നെക്കുറിച്ച് നീ ധീരനാണ് എന്ന് പറയണം, നീ ധീരയോദ്ധാവാണ് എന്ന് പറയാൻ ആളുകൾ നിന്നെക്കുറിച്ച് ആ വിധം പുകഴ്ത്തി പറയാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നീ ജിഹാദ് ചെയ്തതും അതുപോലെ തന്നെ നീ ഷഹീദായതും. അതുകൊണ്ട് നരകമാണ് നിനക്ക് പ്രതിഫലം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയും അവനെ നരകത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആൻ, ഒരുപാട് അറിവ് കരസ്ഥമാക്കിയ ആളാണ്. അറിവ് കരസ്ഥമാക്കി എന്ന് മാത്രമല്ല, ആ അറിവ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്ത ആളാണ്. വിശുദ്ധ ഖുർആൻ പഠിച്ച, ഹദീസ് മനഃപ്പാഠമാക്കിയ, ഇതെല്ലാം ആളുകൾക്ക് ഉപദേശമായി പറഞ്ഞു കൊടുക്കുകയും വഖറഅൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെ സജീവമായി അധ്യാപന മേഖലകളിൽ, പഠന മേഖലയിൽ സജീവമായ ഒരാളാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവനോടും റബ്ബ് ചോദിക്കും, നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ കാല തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു, ഞാൻ അറിവ് പഠിക്കുകയും വിജ്ഞാനം നേടിയെടുക്കുകയും വഅല്ലംതുഹു, ആ അറിവ് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു റബ്ബേ എന്ന്. വഖറഅതു ഫീകൽ ഖുർആൻ, നിന്റെ മാർഗത്തിൽ ഞാൻ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്ത ആളാണ് എന്ന് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് പറയും, വലാകിന്നക തഅല്ലംത ലിയുഖാല ആലിം, നീ ഒരു വലിയ പണ്ഡിതനാണ് എന്ന് അറിയപ്പെടുന്നതിന് വേണ്ടിയാണ് നീ ആളുകളെ പഠിപ്പിച്ചതും നീ പഠിച്ചതുമെല്ലാം. നിന്റെ ഉദ്ദേശം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ആളുകൾ മാറണമെന്നൊന്നും ആയിരുന്നില്ല. നേരെ മറിച്ച് ആളുകൾ നിന്നെക്കുറിച്ച് പറയണം, ശരൺ നല്ല അറിവുള്ള പണ്ഡിതനാണ് എന്ന് ആളുകൾ നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നീ ഖുർആൻ പഠിച്ചതും അത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല. വഖറഅതൽ ഖുർആൻ ലിയുഖാല ഹുവ ഖാരി, ആളുകൾ നീ നല്ലൊരു കാരിയാണ്, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ്, എത്ര മനോഹരമാണ് നിന്റെ ഓത്ത് കേൾക്കാൻ എന്ന് ആളുകൾ പറയുന്നത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് നീ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് പറയുകയും നരകത്തിലേക്കുള്ള കവാടം അവൻ്റെ മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ വിഭാഗം വറജുലിൻ വസഅല്ലാഹു അലൈഹി വഅതാഹു മിൻ അസ്നാഫിൽ മാൽ, അല്ലാഹു ദുനിയാവിൽ വിവിധങ്ങളായ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച മനുഷ്യനാണ്. ഒരുപാട് സമ്പത്ത് കൊടുത്തു, വിവിധ തരത്തിൽ, കച്ചവടമായിട്ടും കാലി സമ്പത്തായിട്ടും അങ്ങനെ പല രൂപത്തിൽ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയും അതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരാളെയാണ് പിന്നീട് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനോടും ചോദിക്കും, നിന്റെ ധനം കൊണ്ട്, ഞാൻ നൽകിയത് കൊണ്ട് നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഖാല മാ തറക്തു മിൻ സബീലി തുഹിബ്ബു അൻ യുൻഫിഖ ഫീഹാ ഇല്ലാ അൻഫഖ്തു ഫീഹാ ലക്,
എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം റബ്ബേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ ഞാൻ പോയിട്ടില്ല. എനിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം നിന്റെ മാർഗത്തിൽ ചിലവഴിച്ചിട്ടാണ് റബ്ബേ ഞാനിവിടെ മരിച്ചിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗം വേണം എന്നുള്ളതാണ് അവകാശം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്നത് കാല കദിബ്ത, നീയും കളവാണ് പറഞ്ഞത്. വലാകിന്നക ഫഅൽത ലിയുഖാല ഹുവ ജവാദ്, പക്ഷേ നീ ഇതെല്ലാം ചെയ്തത് നീ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന്, ഔദാര്യവാനാണ് എന്ന് ജനങ്ങൾ നിന്നെക്കുറിച്ച് പറയണം. അതിനു വേണ്ടിയാണ് നീ ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് നരകമാണ് നിനക്ക് ഗേഹമായിട്ടുള്ളത് എന്ന് പറഞ്ഞ് അവനെ നരകത്തിലേക്ക് നയിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ആരെങ്കിലും ഒരു നന്മ ചെയ്യുന്നത് അത് സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ വ്യാപിച്ച് ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് പറന്ന് ഇൻസ്റ്റാഗ്രാമുകളിൽ ഒട്ടേറെ ഷെയർ ചെയ്യപ്പെട്ട് ആളുകൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെയാണ് നീ ഒരു നന്മ പ്രചരിപ്പിക്കുന്നതിലൂടെ അത് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബി, ആരെങ്കിലും ഒരു കാര്യം പറയുന്നത് ആളുകളെ കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ ആളുകൾ നിന്നെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയാൻ ഉദ്ദേശിച്ചിട്ടാണ് നീ ഒരു കാര്യം ചെയ്യുന്നത് എങ്കിൽ അത് നിനക്ക് കിട്ടും. അത് അള്ളാഹു നിന്റെ ആ ആഗ്രഹം അതുപോലെ തന്നെ സഫലീകരിച്ചു തരും. വമൻ യുറാ യുറാ ഇല്ലാഹു ബി, ഇനി ആളുകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നീ ഒരു കാര്യം ചെയ്യുന്നത് എങ്കിൽ അള്ളാഹു നിന്റെ ആ ആഗ്രഹം പൂർത്തീകരിച്ചു തരും. ആളുകളെയൊക്കെ പടച്ച റബ്ബ് കാണിക്കും. അതുകൊണ്ട് നീ ഈ ലോകത്ത് ആഗ്രഹിക്കുന്ന ഗുണങ്ങളെല്ലാം കിട്ടും. നിന്റെ സബ്സ്ക്രൈബേഴ്സ് കൂടും, ലൈക്ക് കൂടും, ആളുകൾ അധികമായി ഷെയർ ചെയ്യും. പലരും നിന്നെക്കുറിച്ച് പറയും, കൊള്ളാം, നല്ല പ്രസംഗം, അല്ലെങ്കിൽ നല്ല ഖുർആൻ പാരായണം, എത്ര ധർമ്മിഷ്ഠനായ വ്യക്തിയാണല്ലേ എന്നിങ്ങനെ ആളുകൾ നിന്നെക്കുറിച്ച് ഒരുപക്ഷെ പുകഴ്ത്തി പറയുകയും ഒക്കെ ചെയ്തേക്കാം. എന്നാൽ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നിനക്ക് നിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് എന്ത് ലഭിക്കും എന്ന് പറഞ്ഞു ഓതിവെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം സൂറത്തുൽ ഹൂദിലെ 15-16 വചനങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹ, ആരെങ്കിലും ഈ ദുനിയാവും ഈ ദുനിയാവിലെ അലങ്കാരങ്ങളുമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഈ ദുനിയാവ് ഇങ്ങനെ ലഭിച്ചിട്ട് ഈ ദുനിയാവിൽ ഇങ്ങനെ പോരിശ പറയാൻ ലഭിക്കുന്ന രൂപത്തിൽ, ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന രൂപത്തിൽ, ആളുകൾ നിന്നെക്കുറിച്ച് നന്മ പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹ, അവൻ എന്താണോ ആഗ്രഹിച്ചത് ആ രൂപത്തിൽ അള്ളാഹു അതിനെ പരിസമാപ്തിയിൽ എത്തിച്ചു കൊടുക്കും. വഹും ഫീഹാ ലാ യബ്ഖസൂൻ, അതിൽ പടച്ചറബ് ഒരു പിശുക്കും വരുത്തുകയില്ല, ഒരു കുറവും വരുത്തില്ല. ആളുകളെ പരമാവധി നിന്റെ കാര്യങ്ങളെല്ലാം അറിയിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. നീ ചെയ്ത നന്മകളെല്ലാം ലോകം മൊത്തം അറിയും, നിന്നെക്കുറിച്ച് അവർ നന്മ പറയുകയും ചെയ്യും. എന്നാൽ ഉലായിക്കല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ഉലായിക്ക ആ കൂട്ടം ആളുകൾക്ക്, അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, അവർക്ക് പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നും ലഭിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് പരലോകത്ത് വെച്ച് ഈ രൂപത്തിൽ ആഗ്രഹങ്ങളുമായി സൽക്കർമ്മങ്ങൾ ചെയ്തു വന്ന മനുഷ്യനോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ഇദ്ഹബു ഇലല്ലദീന കുൻതും തറാഊന ഫിദ്ദുനിയ, ദുനിയാവിൽ ആരെ കാണിക്കാനാണോ നീ ഇതൊക്കെ ചെയ്തത് അവൻ്റെ അടുക്കലേക്ക് ചെല്ല്. അവൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഫൻദുറു ഹൽ തജിദൂന ഇൻദഹും ജസാ, എന്നിട്ട് അവനോട് ചോദിക്ക് നിന്റെ പ്രതിഫലം, അവൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നൊന്ന് പോയി നോക്ക്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമാണ്. കാരണം ഈ നന്മകളെല്ലാം ഇവിടെ ചെയ്തിട്ട് മറ്റു ചില ആഗ്രഹങ്ങൾ മനസ്സിൽ വെക്കുകയും ചെയ്തതിന് ശേഷം പരലോകത്ത് വന്നിട്ട് പടച്ചവനോട് ചോദിക്കുകയാണ്, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, സ്വതക്ക ചെയ്തിട്ടുണ്ട്, നമസ്കരിച്ചിട്ടുണ്ട്, ജിഹാദ് ചെയ്തിട്ടുണ്ട്, ഷഹീദുമായിട്ടുണ്ട്, ഖുർആൻ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രചരണത്തിൽ പ്രബോധനത്തിൽ സജീവമായിട്ടുണ്ട്. റബ്ബെ അതിനുള്ള പ്രതിഫലമായി സ്വർഗം തരണേ എന്ന ആവശ്യവുമായി പരലോകത്ത് നിൽക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് പറയാണ്, ആരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ നീ ഇതെല്ലാം ചെയ്തത്? നിന്റെ മനസ്സിലിരിപ്പ് എന്തായിരുന്നോ? ആര് കാണണമെന്നാണോ നീ ആഗ്രഹിച്ചത്? അവൻ്റെ അടുക്കലേക്ക് ചെല്ല്. ഫൻദുറു ഹൽ തജിദൂന ഇൻദഹും ജസാൻ,
അവർക്ക് എന്തെങ്കിലും പ്രതിഫലം നൽകാൻ കഴിയുമോ എന്ന് നീ ഒന്ന് ചെന്നിട്ട് ചോദിച്ചു നോക്ക്. അതിന് കഴിയില്ല എന്നും അത് നരകത്തിലേക്ക്, സ്വർഗം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ് എന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും ലാഘവത്തോടു കൂടിയാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത് എങ്കിൽ അനന്തരം വലിയ ഗൗരവമേറിയ ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വരും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് നമുക്കുണ്ടോ? ഇങ്ങനെയുള്ള ഒരു സ്വഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ചില കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നമ്മൾ ഒറ്റക്കായിരിക്കുന്ന സമയത്ത് ആരാധനാ കർമ്മങ്ങളോട് അലസമായ സമീപനമായിരിക്കും ഉണ്ടാവുക. വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. മിക്കവാറും എല്ലാ നമസ്കാരങ്ങളിലും സുബഹിക്കും ഇശാഇനും അടക്കം നാസും ഫലക്കും ഒക്കെ തന്നെയായിരിക്കും ഓതൽ. റുക്കുവിലും സുജൂദിലുമൊക്കെ സുബ്ഹാന റബ്ബിയലും സുബ്ഹാന റബ്ബിയൽ അലീമും ഒക്കെ ഒറ്റത്തവണ ചൊല്ലലേ ഉണ്ടാവുള്ളൂ. മൂന്ന് തന്നെ തികക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെ അലസമായ രൂപത്തിലാണ് നമ്മൾ ഒറ്റക്ക് നിൽക്കുമ്പോൾ നമസ്കരിക്കുകയും, എന്നാൽ പള്ളിയിൽ നാലാൾ കാണുന്നിടത്ത് നമസ്കരിക്കുമ്പോഴേക്ക് നമ്മുടെ നമസ്കാരത്തിൻ്റെ രൂപം മാറുന്നുണ്ട് എങ്കിൽ, അപ്പോൾ നമ്മുടെ നമസ്കാരത്തിൻ്റെ മൊഞ്ച് വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ, പാരായണത്തിൻ്റെ ദൈർഘ്യം വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ, സുജൂദിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് എങ്കിൽ, റുക്കൂകൾ വല്ലാതെ ദൈർഘ്യത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ തിരിച്ചറിയണം നമുക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ഈ പറഞ്ഞ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം എന്താണെന്നറിയോ? നമ്മൾ ആത്മാർത്ഥമായിട്ടായിരുന്നുവെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് സുന്നത്തുകൾ നമസ്കരിക്കുന്ന സമയത്തും നമ്മുടെ നമസ്കാരം വല്ലാതെ നീണ്ടുപോയേനെ, വല്ലാത്ത ഭക്തിയും ആവേശവും നമുക്ക് ഉണ്ടായേനെ. അത് ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പറഞ്ഞു വെച്ചത്, ഇത് തിരിച്ചറിയാനും തിരുത്താനും നമ്മൾക്ക് തന്നെ കഴിയുള്ളൂ. വേറൊരാൾക്കും നമ്മളെ പറഞ്ഞ് തിരുത്താൻ കഴിയില്ല. മറ്റൊരു സ്വഭാവം എന്താണെന്നറിയോ? ആളുകളുടെ അടുത്ത് നിന്ന് പ്രശംസ കിട്ടിയാൽ വല്ലാതെ അങ്ങോട്ട് ആവേശമാവും. ആളുകൾ ഇങ്ങനെ പ്രശംസിച്ചിങ്ങനെ അത് കൊള്ളാം, നിൻ്റെ ആ പ്രവർത്തനങ്ങളൊക്കെ കൊള്ളാം എന്ന് പറയുമ്പോൾ എന്തു ചെയ്യും? സാധാരണ നാടൻ ഭാഷയിൽ മൂച്ചുമ്മ കയറാന്ന് പറയും. വല്ലാതെ ആവേശത്തിലായിട്ടിങ്ങനെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നാൽ ആരെങ്കിലും ഒന്ന് അവനെ വിമർശിച്ചാലോ നേരെ പിന്നോട്ട് പോവുകയും ചെയ്യും. പിന്നെ ഒന്നിനും ഉണ്ടാവില്ല, പിന്നെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കും. അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, അപ്പോഴും നമ്മൾ പിന്നെ എന്താ ആഗ്രഹിക്കുന്നത്? എൻ്റെ കർമ്മങ്ങൾ ആളുകൾ കണ്ടിട്ട് പ്രശംസിക്കണം, പ്രശംസിച്ചില്ലെങ്കിലോ പിന്നെന്തിനാ ഞാനിത് ചെയ്യണേ? ആ ഒരു മനോഭാവം കൊണ്ടല്ലേ ആളുകൾ പ്രശംസിക്കുമ്പോഴേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ സജീവമായി വരുന്നത്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ടാണ്. എന്ത് കർമ്മം ചെയ്താലും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു മാത്രം ചെയ്യണം. എന്ത് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട് എങ്കിലും അത് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് മാത്രമായിരിക്കണം വിട്ടു നിൽക്കേണ്ടുന്നത്. ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി ഭക്തി അധികമായി നമ്മളിങ്ങനെ അഭിനയിക്കേണ്ടതില്ല. ചില ആളുകളൊക്കെ അങ്ങനെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കൂടി ചില ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് വല്ലാത്തൊരു വിനയവും അവരുടെ നടത്തത്തിന് വല്ലാത്തൊരു സാവധാനത്തിലുള്ള നടത്തവും, വർത്തമാനം പറയുമ്പോൾ അങ്ങോട്ട് കേൾക്കൂല. വസ്ത്രധാരണമൊക്കെ കണ്ടാൽ മുത്തക്കി എന്ന് തോന്നുന്ന രൂപത്തിൽ അങ്ങനെ വല്ലാത്തൊരു ഭാവത്തിൽ ഇങ്ങനെ നടന്നു പോകുന്ന ആളുകളെ കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, മൻഹും ഹൗല, ആരാണിവർ, എന്താ ഇവരിങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അവരെല്ലാം ഞങ്ങളുടെ സമുദായത്തിലെ ഉബ്ബാദുകളാണ്. എന്ന് പറഞ്ഞാൽ ആരാധനയിൽ മുന്തിയ ആളുകളാണ്, വല്ലാത്ത ഭക്തി ആവേശത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്നുകൊണ്ട് കൃത്യമായി പറഞ്ഞു, കാന ഉമർ ഇബ്നുൽ ഖത്താബ് ഇദാ മശാ അസ്റ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അദ്ദേഹം നടന്നാൽ വളരെ വേഗത്തിൽ, എത്രയും വേഗത്തിൽ എത്താൻ കഴിയുന്ന രൂപത്തിൽ സ്ഥൈര്യമായി അദ്ദേഹം നടക്കുമായിരുന്നു. വഇദാ ഖാല അസ്മഅ, അദ്ദേഹം സംസാരിച്ചാൽ എല്ലാവരും കേൾക്കുമായിരുന്നു. അദ്ദേഹം സംസാരിച്ചാൽ ആരെയാണോ അത് അഭിസംബോധന ചെയ്യുന്നത് അവർ കേൾക്കുന്ന രൂപത്തിൽ ഉറച്ചായിരുന്നു വർത്തമാനം.
വഇദാ വറബ ഔജ, അദ്ദേഹം അടിച്ചാൽ പ്രഹരിച്ചാൽ അത് ഏൽക്കുന്നവന് വേദനിച്ചിരുന്നു. വഇദാ അത്മഅ അശ്ബ, അദ്ദേഹം ഭക്ഷണം നൽകിയാൽ അത് ലഭിക്കുന്നവന് വയറ് നിറഞ്ഞിരുന്നു, അവന് മതിയാകുമായിരുന്നു. അതുകൊണ്ട് വകാന ഹുവ ആബിദുൻ ഹഖൻ, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് യഥാർത്ഥത്തിലുള്ള ആബിദ്. അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഖലീഫയാണ് എന്നോ ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. ഓരോ കാര്യത്തിലും കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അങ്ങനെ പ്രത്യേകമായ ഒരു ഹാവഭാവമോ ഒരു ശൈലിയോ ഒന്നും സ്വീകരിക്കേണ്ടതില്ല എന്നാണ് കൃത്യമായി പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ നമുക്കിടയിൽ പല ആളുകളും ഞാൻ ഭക്തനാണ് എന്ന് ആളുകൾ കാണുന്നതിന് വേണ്ടി, അവരുടെ നിയ്യത്ത് എന്താണ് എന്നറിയില്ല, അങ്ങനെയാണ് എങ്കിൽ അവരുടെ നടത്തം വളരെ സാവധാനത്തിലാകുന്നതും സംസാരിക്കുമ്പോൾ അടുത്ത് വായിലേക്ക് ചെവി ചേർത്ത് വെച്ചാൽ മാത്രം കേൾക്കുന്ന രൂപത്തിൽ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത്രയും സൂക്ഷ്മത. അങ്ങനെയല്ല, പറയുന്നത് ആളുകൾക്ക് കേൾക്കണം, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. സാധാരണക്കാരൻ്റെ ജീവിതം തന്നെ ആയിരിക്കും സൂക്ഷ്മത മുഴുവൻ. ഓരോ കർമ്മം ചെയ്യുമ്പോഴും അത് എൻ്റെ നാഥൻ കാണുന്നുണ്ട്, അവൻ്റെ പ്രതിഫലമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഈ രൂപത്തിൽ ആളുകൾ കാണണം എന്ന രൂപത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പല രൂപത്തിലാണ്. അതിലൊന്ന്, കർമ്മം ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ചെയ്യുന്നത് തന്നെ, നമസ്കരിക്കാൻ നിൽക്കുന്നത് തന്നെ ആ ചുറ്റുള്ളവരൊക്കെ ഒന്ന് കാണണം എന്ന രൂപത്തിൽ തുടങ്ങുന്ന ആളുകളുണ്ട്. രണ്ടാമത്തത്, നമസ്കാരം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്തു തുടങ്ങുമ്പോൾ പടച്ചവൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടണം എന്നുള്ള നിയ്യത്തിലൊക്കെ ആയിരിക്കും. പിന്നെയാണ് അപ്പുറത്തും ഇപ്പുറത്തും ആളുകളൊക്കെ വന്ന്, അറിയാവുന്നവരൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് എന്താവും, നമ്മുടെ ആ നിയ്യത്തങ്ങോട്ട് മാറിയിട്ട് നമ്മുടെ ആഗ്രഹം വേറൊന്നാകും, മനസ്സിൻ്റെ തേട്ടം വേറൊന്നായി പോകുന്ന രൂപത്തിലുള്ള ആളുകളുണ്ട്. പിന്നെ ഒരു വിഭാഗം ആളുകൾ ഏത് കൂട്ടരാന്നറിയോ? ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് കരുതിയിട്ട് നന്മകൾ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്, നന്മകൾ ഒഴിവാക്കുന്ന ആളുകൾ. എന്നും നമസ്കാരത്തിൽ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന മനുഷ്യൻ നമസ്കാരം തുടങ്ങി പിന്നെ ഒരു ദിവസം വരുമ്പോഴേക്ക് നമസ്കാരം അവസാനത്തെ റക്കാത്തിലേക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ അയാൾ വിചാരിക്കുകയാണ് ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ആ ജമാഅത്തിൽ കൂടാതെ അങ്ങ് തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. നിങ്ങളില്ലെന്ന് പറയരുത്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന, വേണ്ടാത്ത ചിന്തകൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. ഏത് തന്നെയാണെങ്കിലും, ഏത് തരത്തിൽപ്പെട്ടതാണ് എങ്കിലും നമ്മൾ അന്വേഷിച്ചു കൊള്ളണം, നമ്മുടെ മനസ്സിൻ്റെ തേട്ടങ്ങളിൽ എവിടെയെങ്കിലും ഈ രൂപത്തിൽ ഭൗതികമായി ബാധിക്കുന്ന, ഭൗതികമായ നേട്ടങ്ങൾ കുതിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഉണ്ട് എങ്കിൽ നമ്മളത് തിരുത്തണം. കാരണം റമദാനിലേക്കാണ്, റമദാൻ എന്ന പ്രതീക്ഷയോടുകൂടി റമദാനിലേക്ക് അടുത്തു നിൽക്കുന്ന സമയമാണ്. അത് നഷ്ടപ്പെടുത്തി കളയുന്ന രൂപത്തിലേക്ക് ഇത്തരം ചിന്തകൾ, ഇത്തരം തോന്നലുകൾ, ഇത്തരം ദുസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അസ്സിന വശഹ്വത്തുൽ ഖഫിയ്യ. ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന രണ്ടാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സിന. അത് വ്യഭിചാരം വ്യാപകമാകുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പണ്ടെങ്ങും കേട്ടുകേൾവി ഇല്ലാത്ത വിധമാണ്, മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത് എന്നേ ഉള്ളൂ. വ്യഭിചാരം എന്ന പേരിൽ ആരും ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ പേര് മാറ്റി അതിനെ ഒന്ന് നന്നായി സോപ്പിട്ട് പതപ്പിച്ച് ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കുളിരാണ്. ഇതെന്തോ മുന്തിയ സാധനമാണ് എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ സിനയാണ്, വ്യഭിചാരമാണ്. നമ്മുടെ കുട്ടികൾ ഇതൊക്കെ വീട്ടിൽ വന്ന് പറയുമ്പോഴുണ്ടല്ലോ, എൻ്റെ മോൻ ഇത്രക്കൊക്കെ ആയല്ലോ ഇംഗ്ലീഷ് പറയാനെന്ന് വിചാരിക്കണുണ്ടെങ്കിലേ ഈ പറയുന്ന സാധനം സിനയാണ്, വ്യഭിചാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിന് സർക്കാരുകൾ പോലും അംഗീകാരം നൽകുന്ന രൂപത്തിലേക്ക് നമ്മുടെ നാട് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്. ഉത്തരാഖണ്ഡിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ഏക സിവിൽ കോഡ് അംഗീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഇങ്ങനെ വായിക്കുമ്പോൾ അതിൽ ഒന്ന് രണ്ടിടത്ത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ലിവിങ് ടുഗദറിൽ ജീവിക്കുന്ന ആളുകളെല്ലാം സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിലോ
എന്നിട്ട് അത് കഴിഞ്ഞ് വേറൊരാളുമായിട്ട് ലിവിങ് ടുഗദർ ആകുമ്പോൾ അത് വേറെ രജിസ്റ്റർ ചെയ്യണം, മറ്റേത് ക്യാൻസൽ ചെയ്യണം. ഇതെന്തിനുള്ള അനുവാദമാണ്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏക സിവിൽ കോഡ് വഴി മുസ്ലിങ്ങൾക്ക് വിവാഹത്തിലൂടെ മാത്രം അതിനെയൊക്കെ തകർത്തിട്ട് ഒരു പുതിയ സംസ്കാരം, സിനയുടെ ഒരു സംസ്കാരം, വ്യഭിചാരത്തിൻ്റെ ഒരു സംസ്കാരം ആളുകളിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പല രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതുകൂടി നമ്മൾ തിരിച്ചറിയണം. അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം മൂന്നാമതായി അശ്ശഹ്വത്തുൽ ഖഫിയ എന്നുള്ളതാണ്. ഗോപ്യമായ ദേഹേച്ഛ എന്നാണ്. എന്താണ് ഷഹ്വത്തുൽ ഖഫിയ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ കീല വമശഹ്വത്തുൽ ഖഫിയ, എന്താണ് ഷഹ്വത്തുൽ ഖഫിയ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ കാല ഹുബ്ബുർ റിആസ, അത് നേതൃത്വത്തിനോടുള്ള വല്ലാത്ത ആഗ്രഹമാണ്, അധികാരത്തിനോടുള്ള ആഗ്രഹമാണ്, അധികാരം ലഭിക്കണം എന്നുള്ള ആഗ്രഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് അശ്ശഹ്വത്തുൽ ഖഫിയയാണ്. ഓരോ മനുഷ്യനും ആഗ്രഹിക്കുകയാണ് എനിക്ക് ഇന്ന സ്ഥാനങ്ങളിൽ എത്തണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ അധികാരം എന്ന് പറയുന്നത് നമ്മിലേക്ക് വന്നു ചേരേണ്ടുന്ന കാര്യമാണ്. ഖുലഫാ ഉർ റാഷിദുകളെയും അതുപോലെ ഇസ്ലാമിക ലോകം ഭരിച്ച മുത്തക്കികളായ മുക്മിനുകളായ നേതാക്കന്മാരെയും പരിശോധിച്ച് നോക്കുമ്പോൾ അവരിലേക്ക് വന്നു ചേരുകയും അവർ അതൊരു ബാധ്യതയായി ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് അതൊരു അമാനത്തായി പ്രയാസത്തോടു കൂടി കൊണ്ടു നടക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് അധികാരത്തിനോട് വല്ലാത്ത ഒരു ത്വരയും ആഗ്രഹവും ഒക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് അതാണ്. നിങ്ങളുടെ നന്മകളെ അത് നശിപ്പിച്ചു കളയുകയും നിങ്ങളിൽ തിന്മ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുകയും നിങ്ങളെ നരകത്തിൻ്റെ വിറകുകളാക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ രൂപത്തിൽ പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന്, ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുകയും എന്നാൽ ആ നന്മകളെല്ലാം നാളെ പരലോകത്ത് ചെല്ലുമ്പോഴേക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ഒന്നും തിരിച്ചു ലഭിക്കാത്ത അവസ്ഥയിൽ ആയിപ്പോവുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാനുള്ളത്? കർമ്മങ്ങളുടെ ഒരു കെട്ടുമായി റബ്ബിനെ കണ്ടുമുട്ടിയിട്ട് അതിനൊന്നും നിനക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് മടക്കപ്പെടുന്നവൻ്റെ, ഇനിയൊരു അവസരം പോലും ലഭിക്കാതെ നരകത്തിലേക്ക് നയിക്കപ്പെടുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വിശ്വാസികൾക്ക് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിഗൗരവത്തോടു കൂടി തന്നെ ഷിർക്കുൽ ഖഫീനെ കുറിച്ച്, ഗോപ്യമായ ഷിർക്കുൽ അസ്ഗറിനെ കുറിച്ച്, ചെറിയ ഷിർക്കിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ ബാധ്യതയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമാണ് അത്തരം ഇച്ഛകൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ളത്. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മസരണിയിൽ സജീവരാകാനും അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള തൗഫീഖ് നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, റമദാൻ മാസത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പറയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ റമദാനിൽ
റമദാൻ സമ്പൂർണമായും ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നൊരുക്കത്തോടുകൂടി റമദാനിനെ സമീപിക്കുന്നവർക്ക് മാത്രം സാധിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത്, ഞാൻ വലിയ നോമ്പുകാരനാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണമെന്നൊന്നുമില്ല. നമ്മൾ പട്ടിണി കിടക്കുന്നത് പടച്ചോനെ അറിയുള്ളൂ. നമ്മൾ വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും ഒന്നും ആരും അറിയില്ല. നമ്മളറിയാത്തടുത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ ആരെങ്കിലും അറിയും? ഇല്ല, പടച്ചറബിനെ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ വലിയ നോമ്പുകാരനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആരും നോമ്പ് നിൽക്കണ്ട. ആ സ്വഭാവം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണം റമദാനിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ എന്നുള്ളത് കൊണ്ടാണ്. നല്ല ഒരു മുന്നൊരുക്കത്തോടു കൂടി റമദാനിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം. അതുവഴി റയ്യാൻ കരസ്ഥമാക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, കഴിഞ്ഞ റമദാനിൽ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. ആ നോമ്പുകൾ ഇനിയും നോറ്റുവീട്ടാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ റമദാൻ ആകുന്നതിന് മുൻപ് അത് നോറ്റുവീട്ടാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരികമായ അവസ്ഥകൾ കൊണ്ടും, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുവിൽ രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ ഒക്കെ നോമ്പ് നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാകും. ഇനി നോമ്പ് നോറ്റുവീട്ടാൻ കഴിയുന്ന ആരോഗ്യത്തിലാണ് ഉള്ളത് എങ്കിൽ റമദാൻ ആകുന്നതിന് മുൻപ് ആ നോമ്പ് നോറ്റുവീട്ടാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. യാതൊരു വിധത്തിലുള്ള ബാക്കിയും ഇല്ലാതെ വേണം, കടവും ഇല്ലാതെ വേണം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ. ഇനി അതല്ല, ഇപ്പോഴും അതേ രോഗാവസ്ഥയിൽ തന്നെയാണ് എന്ന് ഉണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്നത് അവർ ഫിദിയ നൽകണം എന്നാണ്. അതിൻ്റെ കൃത്യമായ കണക്കുകൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം അത് നമ്മൾ കൃത്യമായി ആ അളവ് അതിൻ്റെ അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ വേണം ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ. ഇനിയും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് അതിന് ഉള്ളത്. നേരത്തെ സൂചിപ്പിക്കുന്നത്, നോമ്പ് ഇനിയും നോറ്റുവീട്ടാനുണ്ട് എങ്കിൽ അതിനുള്ള സമയം ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകൾ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളിയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എല്ലാ ആഴ്ചയിലും നമ്മൾ പറയേണ്ടതില്ല, കാരണം നമുക്കറിയാം നമ്മുടെ പള്ളിയും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇടപെടൽ കൊണ്ട് ആണ് എന്ന്. അതുകൊണ്ട് എല്ലാവരും കഴിയുന്ന രൂപത്തിൽ അതുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാഥൻ നമ്മിൽ നിന്ന് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ച് സ്വതക്കകൾ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങൾ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പലവിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ എല്ലാ പ്രയാസങ്ങളെ നാഥൻ അവൻ്റെ മഹത്തായ ഫളിൽ കൊണ്ട് ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ.